SSLC 10th ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. ഇതിന്റെ തുടർ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ അവസാനത്തിലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Agile Tutor welcomes you. Hi students. Arithmetic sequence first chapter. Sequence നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സീക്വൻസ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് സീക്വൻസുകൾ പരിചയപ്പെടാം. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അതൊരു സീക്വൻസ് ആണ്. മറ്റൊരു സീക്വൻസ് നോക്കാം. 5 10 15 20 25. അടുത്തൊരു സീക്വൻസ് 5 8 12 17 23. ഇത് എന്തുകൊണ്ടാണ് ഇതിന് സീക്വൻസ് എന്ന് പറയുന്നത്? ഈ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു പാറ്റേൺ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാറ്റേൺ എന്താ? നെക്സ്റ്റ് നമ്പേഴ്സ് ആണ്. 1 +1 2 +1 3 +1 4 +1 5 and goes on. ഈ നമ്പറിൻ്റെ സീക്വൻസോ 5 +5 10 +5 15 +5 20 +5 25. ഈ സീക്വൻസോ 5 +3 8 +4 12 +5 17 +6 23. അതും ഒരു സീക്വൻസ് ആണ്. The last sequence. എന്താ റിലേഷൻ? 1 ഡിഫറൻസ് 1 + 3 4 4 + 5 9 9 + 7 16. റിലേഷൻ അറിയുന്നുണ്ടോ? ഇല്ല. I'll tell you. 1 സ്ക്വയർ അതാണ് 1. 2 സ്ക്വയർ അതാണ് 4. 3 സ്ക്വയർ 9 4 square 16 5 square 25. ഈ 4 എക്സാമ്പിളും സീക്വൻസുകളാണ്. പക്ഷേ ഇതെല്ലാം അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്, ഇത് ടേമുകളാണ്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷനിലുള്ള ഡിഫറൻസ് 1 + 1 2. അപ്പോൾ ഇവിടെ +1 ആണ് ഡിഫറൻസ്. 2 + 1 3 +1 3 + 1 4 +1 4 + 1 5 +1. ഈ നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് കോമൺ ആണ്. അതിനകത്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. കോമൺ ഡിഫറൻസ് സെയിം ആവുമ്പോൾ ദ സീക്വൻസ് ഈസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ സെക്കൻഡ് എക്സാമ്പിളിലോ 5 + 5 10 10 + 5 15 15 + 5 20 20 + 5 25. ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം നമ്പറാണ്. +5 +5 +5 +5. അപ്പോൾ സെയിം കോമൺ ഡിഫറൻസ് ആകുമ്പോൾ ദിസ് ഇസ് ഓൾസോ ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ കേസിൽ 5 + 3 ആണ് 8 8 + 4 ആണ് 12 12 + 5 ആണ് 17. ഇത് ഇൻക്രീസിങ് നമ്പറാണ്. ഇവിടെ 3 ആണ് ഡിഫറൻസ്, ഇവിടെ 4 ആണ് ഡിഫറൻസ്, ഇവിടെ 5 ആണ് ഡിഫറൻസ്, ഇവിടെ 6 ആണ് ഡിഫറൻസ്. ഇതൊരു സീക്വൻസ് ആണോ? യെസ്, ഇറ്റ്സ് എ സീക്വൻസ്. അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അല്ല. ദിസ് ഈസ് നോട്ട് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതോ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം അല്ല. ദിസ് ഇസ് ഡിഫറൻറ്റ് ഡിഫറൻസ്. അതുകൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ്സ് എ സീക്വൻസ് ബട്ട് നോട്ട് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായില്ലേ? ഈ സീക്വൻസിലുള്ള നമ്പേഴ്സിൻ്റെ കോമൺ ഡിഫറൻസ് സെയിം ആയി വരുമ്പോൾ നമ്മളതിനെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. കോമൺ ഡിഫറൻസ് വെൻ ഇറ്റ് ഈസ് സെയിം ഇറ്റ് ബിക്കംസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഈസ് ഇറ്റ് ക്ലിയർ? ലെറ്റ് us look at this sequence. First position, second position, third position, fourth position, fifth position. ഈ പൊസിഷൻ നമ്മൾക്ക് എങ്ങനെ കിട്ടിയത്?
first position plus 5. ഈ പൊസിഷനോ first position plus 5 plus 5. 2 5s. This position first position plus 5 plus 5 plus 5. 3 5s. ഈ നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. കോമൺ ഡിഫറൻസ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാം? D. D is equal to 5. നമ്മൾ പൊസിഷൻ പരിചയപ്പെട്ടല്ലോ. ഇത് ഫസ്റ്റ് പൊസിഷനിലുള്ളതാണ്, ഇത് സെക്കൻഡ് പൊസിഷനാണ്, ഇത് തേർഡ് പൊസിഷനാണ്, ഫോർത്ത് പൊസിഷനാണ്, ഫിഫ്ത്ത് പൊസിഷനാണ്. ഇത് ഈ പൊസിഷനിലുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ 5, 10, 15, 20, 25, അതാണ് അതിൻ്റെ ടേംസ്. ഇത് ഫസ്റ്റ് ടേം ആണ്, സെക്കൻഡ് ടേം ആണ്, തേർഡ് ടേം ആണ്, ഫോർത്ത് ടേം ആണ്, ഫിഫ്ത്ത് ടേം ആണ്. ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആയിട്ടാണ്. സോ ദിസ് ഇസ് എക്സ്. ഫസ്റ്റ് ടേമിനെയാണ് ആദ്യ പാദം എന്നും ഒന്നാം പാദം എന്നും ഒക്കെ പറയുന്നത്, ഫസ്റ്റ് ടേം. സോ ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആണ്. നമ്മൾക്കറിയാം കോമൺ ഡിഫറൻസ് ഇസ് ഡി. സോ സെക്കൻഡ് ടേം ഇസ് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. സോ ദിസ് ഇസ് എക്സ് പ്ലസ് ഡി. തേർഡ് ടേം എന്താണ്? എക്സ് പ്ലസ് ഡി പ്ലസ് ഡി, 2d അല്ലേ? 5ന്റെ കൂടെ പ്ലസ് 5 പ്ലസ് 5. നെക്സ്റ്റ് ടേം എന്താണ്? 3d. എക്സ് പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. അടുത്ത ടേം എക്സ് പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി, 4d. ഇനി നമുക്കിത് ചെറുതാക്കി എഴുതിയാൽ ദിസ് ഇസ് എക്സ്, ഇത് എക്സ് പ്ലസ് ഡി, ഇത് എക്സ് പ്ലസ് ഡി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 2d, എക്സ് പ്ലസ് 2d, ഇത് 1 2 3 3d, എക്സ് പ്ലസ് ഇവിടെ 1 2 3 4 4d, എക്സ് പ്ലസ് 4d. അരിത്തമാറ്റിക് സീക്വൻസിൽ 2 ഫോമുലയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് nth ടേം കാണുന്ന ഫോമുലയും ഒന്ന് സമേഷൻ ഫോമുലയും. ഫോമുല കാണാതെ പഠിച്ചു കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫോമുല വർക്കൗട്ട് ആവില്ല. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കത്, നമ്മൾ ഫോർമുല ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഫോമുല. ഇവിടെ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചോ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ ഉള്ളത് എക്സ് ആണെന്ന്, ഓക്കെ. സെക്കൻഡ് പൊസിഷനിൽ എക്സ് പ്ലസ് ഡി, ഡി എന്ന് പറഞ്ഞാൽ 1d. തേർഡ് പൊസിഷനിലുള്ളത് എക്സ് പ്ലസ് 2d. ഫിഫ്ത്ത് പൊസിഷനിലുള്ളത് എക്സ് പ്ലസ് 4d. അത് ഏത് പൊസിഷനിലാണോ ഉള്ളത് അതിൻ്റെ -1d ആണ് ഇവിടെ വരുന്നത്, അല്ലേ? ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ 4d, ഇവിടെ 4 ആകുമ്പോൾ 3d, ഇവിടെ 3 ആകുമ്പോൾ 2d, 2 ആകുമ്പോൾ 1d, ഇവിടെ 1 ആകുമ്പോൾ 0d. സോ -1 ആണ് വരുന്നത്. ഇപ്പം നമ്മൾക്കത് ഏത് ടേമും ഇങ്ങനെ എഴുതാതെ ചോദിച്ചാൽ x4, എക്സിൻ്റെ ഫോർത്ത് ടേം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം എന്താണത്? എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 3d. x5 എത്രയാണ്? എക്സ് പ്ലസ് 4d. അപ്പോൾ നമുക്ക് x6 അറിയാം, അല്ലേ? x6 എക്സ് പ്ലസ് 5d. x10 എത്രയാണ്? x10 എക്സ് പ്ലസ് 9d. ഈ വരുന്ന നമ്പറിൻ്റെ -1, 4ൻ്റെ -1 3d, 3ൻ്റെ -1 2d, 6ൻ്റെ -1 5d. അപ്പോൾ nth പൊസിഷൻ എങ്ങനെ നമ്മൾ കാണാം? എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ൻ്റെ 10ൻ്റെ -1 9, 6ൻ്റെ -1 5. അപ്പോൾ n-ൻ്റെ -1, n -1 d.
മനസ്സിലായോ? ഇവിടെ 10 ആയിരുന്നപ്പോൾ 10 മൈനസ് 1 ആണ് 9. അപ്പോൾ ഇവിടെ n ആവുമ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി. 9d എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡി അല്ലേ? സോ n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ n-ആം പദം കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി. ഇതാണ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള ഇക്വേഷൻ. പക്ഷേ ഇത് കാണാതെ പഠിക്കാതെ ഈ സീക്വൻസിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ക്ലിയർ ആയി കിട്ടും. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? നമ്മൾക്ക് ഈ പൊസിഷനിൽ നമ്മൾ എത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ സീക്വൻസിൽ നിന്ന് ഈ ജനറിക് ആയിട്ടുള്ള ഇക്വേഷൻ എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി. നമ്മൾക്ക് ഈ പ്രോബ്ലം ഒന്നുകൂടി റിവൈസ് ചെയ്യാം, ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഒരു സീക്വൻസ് ഉണ്ട് 5, 10, 15, 20, 25. നമ്മൾക്കറിയാം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. കോമൺ ഡിഫറൻസ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി. സോ ഡി ഈസ് ഈക്വൽ ടു 5. ഫസ്റ്റ് ടേം 5 അല്ലേ? ഫസ്റ്റ് ടേം എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 5. ഇതിനെന്താ പറയുക? ഈ നമ്പേഴ്സിന് എന്താ പറയുക? ടേംസ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ഇതിന്റെ വാല്യൂസിനാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ പൊസിഷനിലുള്ളതിനെ നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് പൊസിഷൻ. ഇത് സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ. ഇത് നമ്മൾ എന്താ പറയുക? പൊസിഷൻ. അപ്പോൾ ടേംസും പൊസിഷൻസും ക്ലിയർ അല്ലേ? ഇതിന്റെ കോമൺ ഡിഫറൻസ് 5. ഇനി നമ്മൾക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? 1, 5 is 5. 2, common difference 5s are 10. 3, common difference 5s are 15. നമ്മളിങ്ങനെ നോക്കിയിരുന്നു. എക്സ് പ്ലസ് കോമൺ ഡിഫറൻസ്, എക്സ് പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്. നമ്മളിങ്ങനെ ഫസ്റ്റ് നോക്കിയത് എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് ഡി പ്ലസ് ഡി അല്ലേ? അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനത്തെ റിലേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇത് പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ, മൾട്ടിപ്ലിക്കേഷനിൽ ഇതിൻ്റെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 into 5. ഇതോ 2 into 5, 3 into 5, 4 into 5, ലാസ്റ്റ് 5 into 5 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? ഈ 20th പൊസിഷൻ ആണെങ്കിൽ എത്ര വരിക? 20 into 5 അല്ലേ? 100. nth പൊസിഷൻ ആണെങ്കിൽ എക്സ് ഓഫ് n ആണെങ്കിൽ n into 5. nth പൊസിഷൻ ആണെങ്കിൽ n into 5 or 5n അല്ലേ? x of n is equal to 5n. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൽജിബ്ര x of n is equal to 5n. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. നമ്മൾ ലാസ്റ്റത്തെ പ്രോബ്ലത്തിൽ നമ്മൾക്ക് എന്താ ഇതിൻ്റെ സീക്വൻസ് കിട്ടിയത്? ജനറലിക്കായിട്ടുള്ള ഇക്വേഷൻ എന്താ കിട്ടിയത്? x of n is equal to x plus n minus 1 into d. ഇപ്പോൾ പുതിയൊരു ഫോർമുല നമ്മൾക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനെയും സെപ്പറേറ്റ് ഫോർമുലകൾ പഠിച്ചു വയ്ക്കുക? അങ്ങനെ സെപ്പറേറ്റ് ഫോർമുലകളൊന്നുമില്ല. ഈ രണ്ട് ഫോർമുലയും ബേസിക്കലി ഇത് സെയിം. നമ്മൾക്ക് ഈ ഫോർമുലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 5 പ്ലസ് എന്നിൻ്റെ വാല്യൂ നമ്മൾക്കറിയില്ല, n മൈനസ് 1 ഇൻറ്റു ഡി. ഡിയുടെ വാല്യൂ എത്രയാണ്? 5. എക്സ്പാൻഡ് ചെയ്യുക. 5 പ്ലസ്
5 into n 5n minus 1 5 is 5 plus 5 minus 5 cancel ചെയ്തു പോകും. So x of n is equal to 5n. x of n is equal to 5n. നമ്മൾ ഓരോ സീക്വൻസിനും നമുക്ക് സെപ്പറേറ്റ് ഫോർമുല കിട്ടും. ബട്ട് ബേസിക്കലി ഈ ഫോർമുലയിലേക്കാണ് അതെല്ലാം കണക്ട് ആയി വരുന്നത്. ദിസ് ഈസ് ദ ഫോർമുല. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഈ സീക്വൻസിന്റെ ആൽജിബ്ര എഴുതാൻ പറയുമ്പോൾ ഇങ്ങനത്തെ ഇതിലേക്കാണ് നമ്മൾ എത്തുക. ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ഫോർമുല ഇതായിരിക്കും. പക്ഷേ ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദിസ് ഫോർമുല. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഈ ഭാഗം ഒന്നുകൂടി കാണാം. പറഞ്ഞല്ലോ, രണ്ട് മെയിൻ ആയിട്ടുള്ള ഫോർമുലാസ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഒന്ന് nth ടേം കാണുക. nth ടേം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് സമ്മേഷനാണ്. സം ഓഫ് ദ സീക്വൻസ്. സം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ സീക്വൻസ് എടുക്കാം. ഇതിന് നമുക്ക് സം കാണണം. ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് എത്രയാം? 2 + 4 6 6 + 6 12 12 + 8 20 20 + 10 30. ഓക്കെ, സം എസ് ഇസ് ഈക്വൽ ടു 30. ഇനി ഇതിൻ്റെ ആവറേജ് കാണാം. നമുക്ക് ആവറേജ് കാണാൻ അറിയോ? ആവറേജ് സിമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ നോക്കുക. 1 2 3 ഒരു സീക്വൻസ് ഉണ്ട്. 1 2 3. ഇതിൻ്റെ ആവറേജ് എത്രയാ? 1 + 2 + 3 എത്രയുണ്ട്? 3 + 3 = 6. ഈ 6ന് എത്ര നമ്പർ ഉണ്ട് ഇതിൽ? 1 2 3 3 നമ്പർ ഉണ്ട്. 3 നമ്പറും ഡിവൈഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 3 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2 ആണ്. നമുക്ക് വേറെ നമ്പർ നോക്കാം. 5 10 15. ഇതിൻ്റെ സം എത്രയാണ്? 5 + 10 15 15 + 15 30. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ 30 / 3. 30 / 3 എത്രയാ? 10 3s are 30 = 10. അപ്പോൾ അതിൻ്റെ ഈ 3 നമ്പറിൻ്റെ ആവറേജ് 10 ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ സീക്വൻസിൻ്റെ ആവറേജ് കാണണം. ഈ നമ്പർ സീക്വൻസിൻ്റെ ആവറേജ് എത്രയാണ്? ഇതിന് ടോട്ടൽ എത്രയാണ്? 30. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് 30 / ഇനി എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 നമ്പേഴ്സ്. 30 / 5. ഇപ്പോൾ എത്രയാണത്? 30 / 5 5 6 are 30 = 6. സോ ഈ സീക്വൻസിൻ്റെ ആവറേജ് 6 ആണ്. ഇത്രയൊന്നും കഷ്ടപ്പെടാതെ തന്നെ ആവറേജ് കണ്ടെത്താൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട്. ഒരു സിമ്പിൾ ട്രിക്കാണ്. ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേംസിൻ്റെ ടോട്ടൽ എത്രയാണ്? 10 + 2 = 12 അല്ലേ? ഇതേ വാല്യൂ തന്നെയായിരിക്കും ഈ സെക്കൻഡ് ലാസ്റ്റുകൾ തമ്മിലുള്ള ടോട്ടലും. 8 + 4 12. സെയിം വാല്യൂ തന്നെ ആയിരിക്കും ഈ മിഡിലെ ടേം. ഇവിടെ 2 വാല്യൂ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് മാത്രം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഡബിൾ എടുക്കുക. 6ൻ്റെ ഡബിൾ എത്രയാണ്? 12. ഓക്കെ, ഇപ്പോൾ ഈ 2 വാല്യൂവിൻ്റെ ആവറേജ്, ഇപ്പോൾ ഈ 2ൻ്റെയും 10ൻ്റെയും ആവറേജ് എങ്ങനെ എത്രയാണ് നോക്കാം നമ്മൾ. 2, 10ൻ്റെ ആവറേജ് എത്രയാണ്? ആദ്യം നമ്മളിത് ആഡ് ചെയ്ത് ടോട്ടൽ എടുക്കണം. 2 + 10 = 12. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. എത്രയാണ് ഡിവൈഡ് ചെയ്യുക? എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 നമ്പേഴ്സ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12/2 = 6. നേരത്തെ നമുക്ക് ഇതിൻ്റെ ഫുൾ ആഡ് ചെയ്തപ്പോൾ ആവറേജ് കിട്ടിയ 6 ആണ്. ഇപ്പോഴും ആവറേജ് 6 ആണ്. സി ഇറ്റ് ഈസ് ഈസി അല്ലേ? ഏത് നമ്പർ കൊടുക്കാം? 4 + 8 ആണെങ്കിൽ 4 + 8 = 12. 12ൻ്റെ ഡിവൈഡഡ് ബൈ ഈ 2 നമ്പേഴ്സ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 = 6. സോ ആവറേജ് 6. ആവറേജ് = 6. ഈ സം 30 നമുക്ക് എങ്ങനെ കിട്ടിയത്? നമ്മളിത് മാനുവലായിട്ട് ആഡ് ചെയ്തു. ഇപ്പോൾ ഇതൊരു 25 ഡിജിറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ഇതിനൊരു ഈസി ട്രിക്ക് ഉണ്ട്. നമ്മൾ ആവറേജ് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പറുകൾ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവറേജ് കിട്ടി. ആവറേജ് വാല്യൂ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എത്ര ടേംസ് ഉണ്ട് നോക്കുക. 1 2 3 4 5 ടേംസ് ഉണ്ട്. സോ
terms is equal to 5. Sum equals terms into average is equal to 5 into 6 is equal to 30. And sum equals 30. അപ്പോൾ സം ഇങ്ങനെ മാനുവലായി ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മറ്റൊരു സീക്വൻസ് നോക്കാം. 3 4 5 6 7 8 9. ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 ടേംസ്. സോ ടേംസ് 7. ഇനി ഇതിൻ്റെ സമ്മ് കാണണം. നമുക്ക് സമ്മ് കാണണമെങ്കിൽ നമ്മുടെ നേരത്തെ പ്രോപ്പർട്ടി, ഈ രണ്ട് നമ്പർ എത്രയാണ്? 9 + 3 12 divided by രണ്ട് നമ്പേഴ്സ് 2 is equal to 6. സോ ഇതിൻ്റെ ആവറേജ് എത്രയാണ്? 6. ആവറേജ് 6. സമ്മ് പറഞ്ഞാൽ എത്രയാണ്? ടേംസ് ഇൻറ്റു ആവറേജ്. സം is equal to 7 into 6 42. ഇതിൻ്റെ സമ്മ് 42 ആണ്. സിമ്പിൾ അല്ലേ സമ്മ് കാണാൻ? നമുക്കിത് മാനുവലൈസ് ചെയ്ത് നോക്കാം. 3 + 9 12, 4 + 8 12, 5 + 7 12. അപ്പോൾ 12 + 12 + 12 + 6. 12 + 12 24 + 12 36 + 6 42. ഈസി അല്ലേ സമ്മ് കാണാൻ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 5. അപ്പോൾ ഈ സീക്വൻസ് പ്രിപ്പയർ ചെയ്യാം നമുക്ക്. ഫസ്റ്റ് 3. സെക്കൻഡ് ടേം എങ്ങനെയാണ്? 3 + കോമൺ ഡിഫറൻസ് 3 + 5 8. തേർഡ് ടേം 8 + കോമൺ ഡിഫറൻസ് 8 + 5 13. 13 + 5 18. സോ അങ്ങനെയാണ് സീക്വൻസ്. രണ്ടാമത്തെ കേസ് -2 3. ഫസ്റ്റ് ടേം ഇസ് -2. -2 + 3 എത്രയാണ്? 1. സെക്കൻഡ് ടേം 1. തേർഡ് ടേം 1 + 3 4. നെക്സ്റ്റ് വൺ 4 + 3 7. ക്ലിയർ അല്ലേ? ഇത് 1/2 ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് 1/4. സോ ഫസ്റ്റ് ടേം ഇസ് 1/2. 1/2 + 1/4 3/4. 3/4 + 1/4 1. 1 + 1/4 1 1/4 1 1/4. ഇനി എക്സെപ്റ്റ് ഫ്രാക്ഷൻ വേണമെങ്കിൽ 1 4 is 4 5. ഇത് 5/4 എന്ന് എഴുതാം. നമുക്ക് 5/4 എന്ന് എഴുതാം വേണമെങ്കിൽ. ഓക്കെ. റൂട്ട് ടു ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 √2. 2 √2 + √2 3 √2. So second is 3 √2. Third term എന്താ? 3 √2 + 2 √2 5 √2. നെക്സ്റ്റ് ടേം എന്താ? 5 √2 + 2 √2 7 √2. ക്ലിയർ അല്ലേ? ഇനി മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 11 22 33. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ടേമിൽ നിന്ന് അതിൻ്റെ പ്രീവിയസ് ടേം സബ്ട്രാക്ട് ചെയ്യുക. 22 - 11. 22 - 11 എത്രയാണ്? = 11 അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് നോക്കൂ. 33 - 22. 33 - 23 11. സോ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. അപ്പോൾ നെക്സ്റ്റ് സീക്വൻസ് -8
minus 14, minus 2, minus 8, minus 14. Common difference എങ്ങനെ കാണാം? ഒരു ടേമിൽ നിന്ന് പ്രീവിയസ് ടേം മൈനസ് ചെയ്യുക. സോ minus 14 minus 8. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ എന്താ പറ്റുക? പ്ലസ് ആവും. സോ minus 14 plus 8 എത്രയാ? minus 6. മറ്റേ രണ്ട് ടേമും കൂടി ചെക്ക് ചെയ്യാം. minus 8 minus minus 2. minus 8 minus 2 എത്രയത്? minus പ്ലസ് minus 8 plus 2 is equal to minus 6. Common difference is minus 6. Next 4. Common difference എന്താ? 0 അല്ലേ? 4 minus 0, 4 minus 0. So common difference is 0. Confusion ഒന്നുമില്ല. ഇനി 11, 2, minus 7, minus 16. അപ്പോൾ ഡിക്രീസിങ് ആയിട്ടാണ് പോകുന്നത്. 11 നിന്ന് 2 കിട്ടണമെങ്കിൽ എത്ര കിട്ടണം? minus 9 അല്ലേ? 11 minus 9, 2. 2 minus 7. ഇവിടെ minus 7 ആണ് നെക്സ്റ്റ് വരുന്നത്. minus 7 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാ? minus 7 minus 2 is also minus 9. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാ? minus 9. ഇത് ചെക്ക് ചെയ്യണോ? minus 7 minus 16 minus 7. minus 16 minus 7. അപ്പോൾ ഇത് പ്ലസ് ആവും. minus 16 plus 7 is equal to minus 9. നമുക്ക് കുറച്ച് മറ്റ് പ്രോബ്ലംസ് നോക്കാം. The 10th term of a arithmetic sequence is 80. The common difference is 5. Find out the 13th term എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് x10 equals 80യും d is equal to 5 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ x13 കാണണം. എങ്ങനെ കാണാം? ഈ x10ഉം ഡിയും കിട്ടിയാൽ നമുക്ക് x11 കാണാം അല്ലേ? x10 is 80 plus d is equal to x11. x11 plus d is equal to x12. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം. x10 plus d is equal to x11. x11 plus d is equal to x12. അതുപോലെ x12 plus d x13 ആയിരിക്കും. പക്ഷേ ഈ x11 എന്ന് പറഞ്ഞാൽ എന്താ? x11 ഇതാണ് അല്ലേ? അപ്പം നമ്മൾക്ക് മാറ്റി എഴുതിയാൽ x10 പ്ലസ് ഡി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു x12 അല്ലേ? x10 പ്ലസ് 2d ഈസ് ഈക്വൽ ടു x12. ഈ d പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2d. അപ്പോൾ x10 പ്ലസ് 2d x12 ആകുമ്പോൾ x10 പ്ലസ് 3d ഈസ് ഈക്വൽ ടു x13. അപ്പോൾ x13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x10 പ്ലസ് 3d. x10 plus 3d is equal to x13 അല്ലേ? x10 എത്രയാ? 80 plus d 5. 3d 3 into 5. 80 plus 15 equals 95. So x13 is equal to 95. Next problem. The 10th term of a sequence is 67. Common difference is 7. Find out the 9th term. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്കറിയാം x10 67 ആണ്, d 7 ആണ്. അപ്പോൾ x9 എന്തായിരിക്കും? x9 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ടേം ആണ്. അപ്പോൾ ഈ ദിസ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ഇസ് ദ പ്രീവിയസ് ടേം അല്ലേ? x10 പ്ലസ് d എന്ന് പറഞ്ഞാൽ എത്രയാ? x11. x10 മൈനസ് d എന്ന് പറഞ്ഞാൽ എത്രയാ? x9 അല്ലേ? അപ്പോൾ x9 കാണാൻ എന്ത് ചെയ്യാം? x10 67 മൈനസ് d 7. അപ്പോൾ എത്രയത്? 60. 67 മൈനസ് 7 is equal to 60. x9 equals 60. 10th term of a sequence is 100. Common difference is 10. Find out the 6th term on question. x10 100, d ആണ് 10. അപ്പോൾ x9 എന്താണ്? x10 മൈനസ് d. x8 എന്താണ്? x10 മൈനസ് 2d. x6 എന്താണ്? x10 മൈനസ് 4d അല്ലേ? x10 എത്രയാ? 100 മൈനസ് d 4 10. 4 into 10
100 minus 40 is equal to 60. Yes, x6 എത്രയാണ് 60. Tenth term of a sequence is 85. Common difference is 5. Find out the second term on the question and find out also the 18th term. There are two questions under. So 10th term x10. x10 equals 85. D is equal to 5. Now x2 x10 minus 8d ആണ് x2. അല്ലേ നമുക്കറിയാം. x10 എത്രയാ 85 minus 8 into 5. 8 into 5 എത്രയാ 40. 85 minus 40 is equal to 45. So x2 എത്രയാ x2 is 45. Next x18 ആണ്. x18 എന്ന് പറഞ്ഞാൽ x10 plus 80 അതാണ് x18 അല്ലേ. അപ്പോൾ 85 plus 8 into 5 85 plus 40 എത്രയാ 125. x18 is 125. ഈസി അല്ലേ. നമുക്കിനി പേജ് 10 ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Make the following number sequence from the sequence of equilateral triangles, squares, regular pentagons and so on of regular polygons. Number of sides, sum of inner angle, sum of outer angle, one inner angle, one outer angle. ഇത്രയും കാര്യങ്ങളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ സീക്വൻസിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് റെഗുലർ പോളിഗൺസ് ആണ്. റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനി ക്ലോസ്ഡ് കർവ്സ് ആണ് റെഗുലർ പോളിഗൺസ്. അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് റെഗുലർ പോളിഗൺസ്? ട്രയാങ്കിൾ, സ്ക്വയർസ്, പെൻറ്റഗൺ, ഹെക്സ, ഇതൊക്കെയാണ് റെഗുലർ പോളിഗൺസ്. ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് അവർ തന്നിട്ടുണ്ട്. ഇത് നമ്പർ 3 ആണ്. ഇതിന് 4 സൈഡാണ്. ഇതിന് 5 സൈഡാണ്. ഹെക്സാഗൺ 6 സൈഡാണ്. അങ്ങനെ അതാണ് അതിൻ്റെ സീക്വൻസ്. പിന്നെ നമ്പർ ഓഫ് ഇന്നർ ആംഗിൾസ്, പോളിഗൻ്റെ ഇന്നർ ആംഗിൾസ് കാണാനുള്ള ഫോർമുല പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? n-2 into 180. n എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. ട്രയാങ്കിൾ എന്തായിരിക്കും? 3 സൈഡ്സ് അല്ലേ. അപ്പോൾ 3 - 2 into 180 for the triangle അല്ലേ. 3 - 2 1 into 180 180. അപ്പോൾ ഇന്നർ ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? 180. സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിൾ എത്രയാണ്? സ്ക്വയറിന് എന്തായിരിക്കും? സ്ക്വയറിന് എത്ര സൈഡാണ്? 4 സൈഡ്സ്. 4 - 2 into 180 എത്രയാണ്? 2 into 180. 2 into 180 360. പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾ എങ്ങനെ കാണാം? പെൻറ്റഗൺ എന്താ? പെൻറ്റഗൺ എത്ര സൈഡാണ്? 5 സൈഡ്. n എന്ന് പറഞ്ഞാൽ 5 - 2 into 180 അതായത് 3 into 180. 3 into 180 എത്രയാ? 18 into 3 4 5 540. സീക്വൻസ് 180 360 540. ഇനി ഹെക്സഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് എത്രയാ? 6 - 2 into 180. 6 - 2 4. 4 into 180 എത്രയാ? 720 അല്ലേ.
അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് 180, 360, 540, 720. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് എല്ലായ്പ്പോഴും 360 ആയിരിക്കും. എല്ലാ പോളിഗണും 360 ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളും 360 ആണ്, സ്ക്വയറും 360 ആണ്, പെന്റഗൺ, ഹെക്സഗൺ. നെക്സ്റ്റ് വൺ ഇന്നർ ആംഗിൾ, അത് ഈ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ അല്ലെങ്കിൽ ഈ ആംഗിൾ, വൺ ഓഫ് ദ ആംഗിൾസ് എത്രയാ? ഈസി അല്ലേ? അല്ലെ, സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ആണെന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ പോളിഗൺസിന് സെയിം ആംഗിൾസും സെയിം സൈഡ്സും സൈസും ഒക്കെയാണ് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ വൺ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 180/3. 180/3 60. ട്രയാങ്കിളിൻ്റെ 60. സ്ക്വയറിൻ്റെത് ഇന്നർ ആംഗിൾ 360 ആണ്. 360/4 ആംഗിൾ അല്ലേ ഉള്ളത്? 360/4. 360/4 എത്രയാ? 90. പെന്റഗൺ എത്രയാ? 540 ഡിവൈഡ് ബൈ 5 സൈഡ്സ്. 540/5 108. ഇനി ഹെക്സഗൺ. ഹെക്സഗണിൻ്റെത് സം ഓഫ് ഇന്നർ ആംഗിൾസ് 720. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ ഡിവൈഡ് ബൈ 6 സൈഡ്സ് അല്ലേ? 1, 2, 120. കിട്ടിയില്ലേ വൺ ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ്? ഇനി വൺ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 180 ലൈനിൽ നിന്ന് ഒരു ഇന്നർ ആംഗിൾ കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇത് നമുക്കറിയാം 60 ആണെന്ന്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180 - 60. 180 - 60 എത്രയാ? 120 അല്ലേ? അപ്പോൾ ഇത് 60 ആണെങ്കിൽ, ഇന്നർ ആംഗിൾ 60 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ 180 - 60 120. സ്ക്വയറിന് ഈ ഇന്നർ ആംഗിൾ 90 ആണെങ്കിൽ 180 - 90 90. പെന്റഗണ് ഈ ആംഗിൾ എത്രയാണ് വന്നത്? 108. അപ്പോൾ ഈ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 180 - 108. 72. പെന്റഗണ് അല്ല ഹെക്സഗണ് ഇന്നർ ആംഗിൾ 120 അല്ലേ? ഇത് 120 ആണ്. അപ്പോൾ ഔട്ടർ ആംഗിൾ 180 - 120 60. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പേജ് 10 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ്. How many dots are there in each of this? Compute the number of dots to make the next 3 triangles. അതാണ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ 1ൽ എത്ര ഡോട്ട്സ് ഉള്ളത്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ 1 + 2 എത്ര ഡോട്ട്സ് ആണ്? 3 ഡോട്ട്സ്. സെക്കൻഡ് ട്രയാങ്കിളിൽ 1, 1, 2, 1, 2, 3. So 1 + 2 + 3. 1 + 2 3 ആണ്. 3 + 3 6 dots. തേർഡ് ട്രയാങ്കിളിൽ ട്രയാങ്കിൾ 3 ടോപ്പിൽ 1, ഇവിടെ 2 ഡോട്ട്സ്, ഇവിടെ 3 ഡോട്ട്സ്, ഇവിടെ 4 ഡോട്ട്സ്. സോ 1 + 2 + 3 എത്ര? +4. അത് 6 + 4 10 ഡോട്ട്സ്. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ മാത്രമല്ല നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് കൂടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ട്രയാങ്കിൾ എത്രയാണ്? ട്രയാങ്കിൾ 4. ട്രയാങ്കിൾ 4 എത്രയായിരിക്കും? 1 2 3 4 5. 1 2 + 3 + 4 കഴിഞ്ഞിട്ട് +5. സോ 10 + 5 = 15 ഡോട്ട്സ്. ട്രയാങ്കിൾ 5
is equal to 1 plus 2 plus 3 plus 4 plus 5 plus 6 dots. 21 dots. Triangle 6 equals 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 dots. 21 plus 7, 28 dots. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എത്രയാണ്? 3, 6, 10, 15, 21, 28. Simple. Question 3, page 11. Write down the sequence of natural numbers leaving remainder 1 on division by 3. Two-part question ആണ്. And sequence of natural numbers leaving remainder 2 on division by 3. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 1 റിമൈൻഡർ കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 റിമൈൻഡർ കിട്ടുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ. നമ്മൾ റിമൈൻഡർ കിട്ടാത്ത 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടാത്ത നമ്പേഴ്സ് ഏതാ? 3ൻ്റെ ടേബിളാണ് അല്ലേ. 1 3 ഈസ് 3. ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുമോ? കിട്ടില്ല. 2 3s are 6. ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുമോ? കിട്ടില്ല. 3 3s are 9, 4s are 12. നമ്മൾ സീക്വൻസ് 4 ഡിജിറ്റ് എഴുതിയാൽ പോരെ. അപ്പോൾ 3 6 9 12. ഇവിടെ 0ക്കും റിമൈൻഡർ കിട്ടില്ല അല്ലേ. 3 0 is 3 0, 3 1 is 3, 3 2s are 6, 3 3s are 9, 3 4s are 12. ഇതിന് റിമൈൻഡർ കിട്ടില്ല. ഇതിന് റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ ആയിരുന്നെങ്കിൽ നമുക്ക് റിമൈൻഡർ കിട്ടും അല്ലേ. ഇത് 4 ആയിരുന്നെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഇത് 7 ആയിരുന്നെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എത്ര കിട്ടും? 3 2s are 6 കഴിഞ്ഞ് റിമൈൻഡർ 1 വരും അല്ലേ. ഇത് 9 10 ആയിരുന്നെങ്കിൽ നെക്സ്റ്റ് നമ്പർ 10 ആയിരുന്നെങ്കിൽ റിമൈൻഡർ 1 വരും. 12 നെക്സ്റ്റ് നമ്പർ 13 ആയിരുന്നെങ്കിൽ റിമൈൻഡർ വരും അല്ലേ. അപ്പോൾ നമുക്കറിയാം 1 റിമൈൻഡർ കിട്ടേണ്ട സീക്വൻസ് ഏതാണ്? ഈ 0ക്ക് പകരം ഇവിടെ നെക്സ്റ്റ് നമ്പർ 1 ആയിരുന്നെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര റിമൈൻഡർ വരും? 1 റിമൈൻഡർ വരും. ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 1 റിമൈൻഡർ വരും. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? 0 ഡിവിഷൻ ബൈ 3യിൽ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് എത്രയാണ്? 1 4 7 10 13 അല്ലേ. സെക്കൻഡ് പാർട്ട് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ ഇതാണ് ടേബിളിൽ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടണമെങ്കിൽ ഇത് 2 ഡിജിറ്റ് കൂടി ഇതിലേക്ക് +2 ആഡ് ചെയ്താൽ മതി. +2 ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 5 കിട്ടും. 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ ഉണ്ടാവുക? 2. അതാണ് ക്വസ്റ്റ്യൻ. റിമൈൻഡർ 2 കിട്ടണം. അപ്പോൾ 5 ഒരു ഡിജിറ്റ് ആണ്. ഇവിടെ +2 ആഡ് ചെയ്താൽ 2 കിട്ടും. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരും. സെയിം 6ന് പകരം +2 8, 9ന് +2 11, 12ന് +2 14. ഈ സീക്വൻസുകൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. സിമ്പിളാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ ടേബിളിൻ്റെ മേലെ എത്ര റിമൈൻഡർ വരണം എന്ന് വെച്ചാൽ ആ നമ്പറുകൾ ആഡ് ചെയ്താൽ മതി. അത്രേ വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? സോ സെക്കൻഡ് സീക്വൻസ് ഈസ് 2 5 8 11 14. Question 4, page 11. Write down sequence of natural numbers ending in 1 or 6. അത് നമുക്ക് സിമ്പിൾ ആണ് അല്ലേ. 1ൽ ലാസ്റ്റ് വരണം അല്ലെങ്കിൽ 6 ലാസ്റ്റ് വരണം. 1ൽ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 1 ആണ്. 6 ലാസ്റ്റ് വരുന്ന നമ്പർ ഏതാണ്? 6 ആണ്. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 11ൽ 1 ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 16ൽ ലാസ്റ്റ് വരുന്നുണ്ട്. 21. അപ്പോൾ സീക്വൻസ് സിമ്പിളാണ്. 1 6 11 16 21. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways എന്നാണ്. ഇത് നമ്മൾക്ക് ഈ സീക്വൻസിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സീക്വൻസിനെ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇതിപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും അല്ലേ. 6ന് 5 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ഉണ്ടാവും. 11 1 ഉണ്ട്, 16 1 ഉണ്ട്, 21 ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കൊന്ന്. ദിസ് ഈസ് എ sequence of natural numbers when divided by 5 leaves remaining 1.
അങ്ങനെ പറഞ്ഞൂടെ? ദാറ്റ് ഈസ് 1. Sequence of natural numbers when divided by 5 leaving 1 എന്ന് പറയാം അല്ലേ? ഇനിയിപ്പോൾ എങ്ങനെ പറയാം? നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് റിമൈൻഡർ 1 വരും, ഇതിന് 6 വരും, ഇതിന് റിമൈൻഡർ 1 വരും, ഇതിന് 6 വരും, ഇത് 1 വരും, നെക്സ്റ്റിന് 6 വരും. അപ്പോൾ അത് പറയാം നമുക്ക്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 10 ലീവിങ് റിമൈൻഡർ 1 or 6. Fifth question, page 11. A tank contains 1000 liter water and water is flowing out at the rate of 5 liter per second. അപ്പോൾ ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം. ആദ്യം 1000 ലിറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ 5 ലിറ്റർ വെള്ളം ഒലിച്ചു പോയി. അപ്പോൾ 995 ലിറ്റർ വെള്ളം ബാക്കി ഉണ്ടാവും അല്ലേ? സെക്കൻഡിൽ പിന്നെയും 5 ലിറ്റർ പോയി. അപ്പോൾ 10 ലിറ്റർ പോയി. അപ്പോൾ 990 ഉണ്ടാവും. പിന്നെയും 5 ലിറ്റർ പോയാൽ 985 ഉണ്ടാവും. അടുത്ത സെക്കൻഡിൽ പിന്നെയും 5 സെക്കൻഡിൽ പോയാൽ 980 ഉണ്ടാവും. അങ്ങനെ ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. ഹൗ മച്ച് വാട്ടർ ഇസ് ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്. ഫസ്റ്റ് നമുക്ക് 1000 ആണ് ഉണ്ടായിരുന്നത്. അതിന് -5 ഇട്ടപ്പോൾ സെക്കൻഡ് നമുക്ക് 995 കിട്ടി. നെക്സ്റ്റ് സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം പോയി, 990. അടുത്ത സെക്കൻഡിൽ 985. അപ്പോൾ എത്ര റിമൈനിങ് റൈറ്റ് ദ നമ്പർ ആസ് എ സീക്വൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ നമ്പർ സീക്വൻസ് ആയിട്ട് എഴുതണം. സോ ഇറ്റ് ഈസ് 1000, 995, 990, 985. ഇതൊരു പഴയ എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ സീക്വൻസ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് വന്ന് എന്താ? 1 3 5 7 9 അല്ലേ? ദെൻ ഓഡ് നമ്പർ 1 3 5 7 9 11. സ്റ്റാർട്ടിങ് ഫ്രം 1. അത് 1 ആയിരിക്കണം ഫസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. When multiplied by 2 and added by 3. ഇതെല്ലാം ട്വിസ്റ്റ് ആണ്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതാണ് ഫസ്റ്റ് പാർട്ട്. ഈ സീക്വൻസ് കാണണം. ഇതല്ല സീക്വൻസ്. ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് when multiplied by 2 into 2 plus 3 into 2 plus 3 ആണ് കണ്ടത് ഓരോ നമ്പേഴ്സും. അതാണ് നമ്മൾ ആവശ്യപ്പെട്ട സീക്വൻസ്. അപ്പോൾ ആ സീക്വൻസ് എന്താണ്? 1 into 2 2 plus 3 5. ഇവിടെ 3 into 2 6 6 plus 3 9. ഇവിടെ 5 into 2 10 10 plus 3 13. 7 into 2 14 14 plus 3 17. അപ്പോൾ അവർ ആവശ്യപ്പെട്ട സീക്വൻസ് 5 9 13 17 ആണ്. 5, 9, 13.17. അതാണ് ഫൈൻഡ് ഔട്ട് ദ സീക്വൻസ്. ചെക്ക് ഇഫ് ദിസ് ഇസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇത് സീക്വൻസ് അരിത്തമാറ്റിക് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഒരു ടേമിൽ നിന്ന് പ്രീവിയസ് ടേം മൈനസ് ചെയ്യുക. സോ 13 minus 9 4 അല്ലേ? 9 minus 5 4. 17 minus 13 4. അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആണ്. സോ യെസ് ദിസ് ഇസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ബിക്കോസ് the common difference is the same. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? Help us spread our work. Don't forget to like, subscribe and share. അത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾക്ക് സഹായമാവും. തുടർ വീഡിയോകൾ നിങ്ങൾക്ക് താഴെ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. Take care. Stay safe.